നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം, ഇതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇന്ന് CPM നേതാക്കളും അണികളുമൊക്കെ അശക്തരാണ്. കാരണം അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർക്കറിയില്ല EDയുടെ ഒരു ഗൗരവം എന്താണെന്ന്, ED കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ഗൗരവം എന്താണെന്ന്, അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലുണ്ടാവുന്ന ഭവിഷ്യത്ത്, ഇതൊന്നും അവർക്കറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് ഇംഗുല ചിന്താവ, പിണറായി വിജയൻ ചിന്താവ. ഇതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊന്നും അറിയില്ല. പൊട്ടക്കിണറ്റിലെ തവളകളാണ് ഈ CPMകാരെ സംബന്ധിച്ചിടത്തോളം അവർ. അപ്പോൾ എന്തായാലും ഇനി ED ഉദ്യോഗസ്ഥരെന്നോ ED ഉദ്യോഗസ്ഥരുടെ റെയ്ഡെന്നോ ഒക്കെ കേൾക്കുമ്പോൾ കണ്ട പാപമോ കേട്ട പാപമോ CPMകാർ നടിക്കാൻ ഇടയില്ല. കാരണം അത്രയേറെ അവർ അനുഭവിച്ചു കഴിഞ്ഞു, അത്രയേറെ അവർ അപമാനിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ഈ വരുന്ന 12-ാം തീയതി വെള്ളിയാഴ്ച ED ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വീണ തയ്യാറായേ പറ്റൂ. വീണ അവിടെ ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായി ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് കഴിയുമ്പോൾ എന്തായാലും അടുത്ത നടപടികളിലേക്ക് ED പോകും. ഒരുപക്ഷെ അറസ്റ്റ് തന്നെ ഉണ്ടായേക്കാം, ജയിലിലേക്ക് പോയേക്കാം, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ കണ്ടെങ്കിലും ഇതൊക്കെ അറിയാമെങ്കിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോലും വിജയനെയും വീണയെയും ന്യായീകരിക്കുന്ന ഒരു നിലപാട് അന്തം കമ്മികൾ പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇവരൊക്കെ ചത്തതുപോലെ കിടക്കുകയാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സമൻസ് അയച്ചപ്പോൾ പോലും ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വന്ന് നിലപാട് മാറ്റി പറയുന്നുണ്ട്. അത് അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്തം കമ്മികൾ ഇപ്പോൾ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിജയനോ വീണയോ ഒന്നും ഒരു പ്രശ്നമേ അല്ലാത്തൊരവസ്ഥയാണ്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ ചോദ്യം ചെയ്യലിന് വീണ EDക്ക് മുന്നിൽ വെള്ളിയാഴ്ച ഹാജരാകും. ഈ ഹാജരാകുമ്പോൾ CPM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആകാംക്ഷ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED സംഘത്തെ കയ്യൂക്കുകൊണ്ട് നേരിട്ട CPM ഇനി അത്തരമൊരു നടപടിക്ക് തുനിയില്ല എന്നുറപ്പാണ്. നേതാവിൻ്റെ വീട്ടിൽ ED എത്തിയത് പ്രവർത്തകരിൽ ഉണ്ടാക്കിയ വൈകാരിക രോഷമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്ന നിലപാടാണ് പാർട്ടി അന്ന് സ്വീകരിച്ചത്. എന്നാൽ ED തന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല, തൻ്റെ മകളോടാണ് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് എന്നാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. ഈ പിണറായി വിജയൻ്റെ അന്നത്തെ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നും EDക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്, കേസന്വേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ ഒരു സംശയമുണ്ട്. അതൊന്ന് വീണയോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പിണറായി വിജയൻ്റെ അന്നത്തെ ഒരു സംസാര ശൈലിയൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ തോന്നിയത്. സത്യത്തിൽ എന്താണ്, അവിടെ വീണ വാങ്ങിയ പണത്തിൻ്റെ അഴിമതി പണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് വന്നത്, അതായത് ഒരു പ്രതിയെ ചോദ്യം ചെയ്യാനാണ് വന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു പറച്ചിൽ കേട്ടാൽ തോന്നും വീണയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ മറ്റെന്തോ കാര്യത്തിന് പോകാനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. ED ഉദ്യോഗസ്ഥരെ നേരിടാൻ കല്ല്, ഇഷ്ടിക, വടി, മുട്ട തുടങ്ങിയവ കൊണ്ട് തെരുവിലിറങ്ങിയ പ്രവർത്തകർക്കെതിരെ വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300 പേർ പ്രതിപട്ടികയിലുള്ള കേസിൽ ഇതുവരെ 26 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ റിമാൻഡിലാണ്. ED കൂടി കക്ഷി ചേരാനിരിക്കുമ്പോഴാണ് ഇനി കേസ് കൂടുതൽ മുറുകുന്നത്. വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് കളമൊരുങ്ങുമ്പോൾ തെരുവിൽ വൈകാരികമായ രോഷപ്രകടനങ്ങൾ ഇനി ഉണ്ടാകുന്നതിനെ ന്യായീകരിക്കുന്നത് CPMന് ഒരിക്കലും എളുപ്പമാകുന്ന ഒരു കാര്യമല്ല. പിണറായിയുടെ വസതിയിലേക്ക് അപ്രതീക്ഷിതമായി ED എത്തിയതിൽ പാർട്ടിക്കുണ്ടായ ഞെട്ടൽ വീണയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇല്ല. സമൻസ് അയച്ച് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇനി നടക്കാനിരിക്കുന്നത്. കേസ് പിണറായിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് പാർട്ടി വാദിക്കുമ്പോൾ തന്നെ വീണയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയുള്ള പ്രക്ഷോഭത്തിനോ പോർവിളിക്കോ പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ്. അതേസമയം കേസിലെ രാഷ്ട്രീയം നേതാക്കൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും. കരുവന്നൂരിലടക്കം ED ഇപ്പോൾ നടത്തുന്നത് തങ്ങളെ വേട്ടയാടാനുള്ള ഒരു തന്ത്രമാണെന്നൊക്കെയാണ് ഇപ്പോൾ ഇനി പറയാനിരിക്കുന്ന ന്യായീകരണങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട് വീണയെ വിളിച്ചു വരുത്തുന്നത് ഇതാദ്യമായിട്ടല്ല. SFIO ഒന്നിലേറെ തവണ വീണയെ വിളിച്ച് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ മൊഴിയെടുക്കാനാണെന്നാണ് പറഞ്ഞത്. കാരണം വലിയ ആൾക്കാരെ വിളിക്കുമ്പോൾ അത് മൊഴിയെടുക്കലും നമ്മളെപ്പോലെയുള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യലുമാകുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീണയെ SFIO പലതവണ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. ED പക്ഷേ വിളിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇനി ചോദ്യം ചെയ്തതിനു ശേഷം EDയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പാർട്ടിയെ ഇപ്പോൾ തന്നെ മുൾമുനയിലാക്കിയിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികൾ വേണമെങ്കിൽ EDക്ക് സ്വീകരിക്കാം. അത് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇത്തരം നടപടികളിലേക്ക് ED പോയാൽ പിണറായിയുടെ രൂക്ഷ പ്രതികരണത്തിനും അത് ഉയർത്തിക്കാട്ടി പാർട്ടി പ്രക്ഷോഭത്തിനിറങ്ങാനുമുള്ള സാധ്യത നമുക്കെന്തായാലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അണികളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് അവസാന വാക്ക്. പിണറായി വിജയൻ ഇപ്പോഴും എന്തോ വലിയൊരു സംഭവമാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർ ഇപ്പോഴുമുണ്ട്. കാരണം കേരളത്തിൽ പാർട്ടി ഇത്രയധികം തകർന്നടിഞ്ഞതിൻ്റെ പ്രധാന കാരണക്കാരൻ പിണറായി വിജയനാണ്. പക്ഷേ എന്നിട്ടും പിണറായി വിജയൻ എന്തോ വലിയൊരു സംഭവമാണ്, കോഹിനൂർ രത്നത്തെക്കാൾ വില പിടിച്ച എന്തോ ഒരു രത്നമാണ് എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ വിചാരം. മകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയാൽ പിണറായി
പിണറായി വിജയൻ്റെ സകല നിയന്ത്രണവും വിടും. അതോടുകൂടി ചിലപ്പോൾ ഈ അണികളിലേക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമെന്നൊക്കെ പറയും. ഇത് കേട്ട് കുളിര് കോരുന്ന കുറേ വിവരദോഷികൾ ഇപ്പോഴുമുണ്ട്. അവരെന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് നിർവചിക്കാനൊന്നും കഴിയില്ല. എന്താണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും. അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കേസിൽ ഒരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കി കളത്തിന് പുറത്തു നിന്ന് കാഴ്ചക്കാരൻ്റെ റോളിൽ കളി കണ്ടു നിൽക്കുകയാണ് കോൺഗ്രസും സംസ്ഥാന സർക്കാരും. കേസ് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് ചൂണ്ടിക്കാട്ടുന്ന കോൺഗ്രസ് പക്ഷേ EDയുടെ നടപടികൾക്ക് കൈയടിക്കാനുമില്ല. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കിതിൽ അഭിപ്രായം പറയാനോ ഇതിൽ വേണ്ടി പ്രതികരിക്കാനോ ഒന്നും തയ്യാറല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും UDFിൻ്റെയും ഒക്കെ നിലപാട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ വീണയെയും വിജയനെയും പാർട്ടിയെയും സംബന്ധിച്ച് നിർണായകമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല. കാരണം 26 പേർ അവരുടെ മുന്നിൽ ഒരു പാഠമായി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊന്നും അണികൾ തയ്യാറാകില്ല. ഒരുപക്ഷെ പിണറായി വിജയൻ പുറത്തിറങ്ങിയ ഒരു മുദ്രാവാക്യം വിളിച്ച് നമുക്കൊന്നിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ കയറിപ്പോടോ അകത്തെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും വെള്ളിയാഴ്ച വരെ നമുക്കതിനായി കാത്തിരിക്കാം.